ഹലോ ഓൾ, നമ്മൾ വാഗമണിൽ പോകുമ്പോൾ അഡ്വഞ്ചർ പാർക്ക് ഒരിക്കലും മിസ് ചെയ്യരുത്. പ്രത്യേകിച്ച് അവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജ്. അത് അകലേന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല പേടിയാവും. കാരണം ഇത്രയും കൊക്കയും അല്ലെങ്കിൽ കാടും മലയൊക്കെ ഉള്ളൊരു സ്ഥലത്ത് ഇതേപോലെ അങ്ങോട്ട് നീണ്ടു നിവർന്ന് നിൽക്കുന്ന ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ശരിക്കും ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമാണ്. അതിൻ്റെ അപ്പുറത്ത് കൂടെ പാരാഗ്ലൈഡിങ്ങും സ്കൈ സ്വിങ്ങിങ്ങും എല്ലാം നമുക്ക് ഇവിടെ അഡ്വഞ്ചർ പാർക്കിൽ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അടുത്തേക്കാണ് ഞങ്ങൾ ആക്ച്വലി നടന്നു പോകുന്നത്. അപ്പോൾ അവിടെ വലിയ ക്യൂ ഉണ്ട്. കാരണം ഒരു സമയത്ത് 25 പേരെ നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് അനുവദിക്കുകയുള്ളൂ ഒറ്റ ടൈം കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലൊരു ക്യൂ ആയിരുന്നു. അപ്പോൾ ഓരോ സെറ്റായിട്ട് ഇതേപോലെ അവർ കയറ്റി വിടും. അപ്പോൾ നമ്മളവിടെ വെയിറ്റ് ചെയ്തു കുറേ നേരം. അതിൻ്റെ അപ്പുറത്ത് എന്തൊക്കെ പണികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു അവിടെ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റൊക്കെ ഉണ്ടെങ്കിലും ചെറിയൊരു ടെൻഷനും പേടിയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ടേൺ ഏകദേശം വരാറായി എന്നുള്ളത് കണ്ട് കുറേ പേര് അത് കണ്ട് ഇറങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ടേണായി. അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജ് എന്നുള്ളത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആൻഡ് നടക്കുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. കാരണം ഗ്ലാസ്സാണ്. ഇത് ശരിക്കും എത്രത്തോളം ഉറപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന 100 മീറ്ററത്തോളമാണ് ഏകദേശം ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ദൂരം വരുന്നത്. അപ്പോൾ ഈ ഒരു 100 മീറ്റർ ശരിക്കും പറഞ്ഞാൽ നല്ല അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു 100 മീറ്റർ തന്നെയാണ്. കാരണം നമുക്ക് ഇവിടെ അകലേന്ന് കാണുമ്പോൾ ആ കോടയും പിന്നെ ആ പർവ്വതങ്ങളുടെ നമുക്കൊന്നും കാണാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നേരമായിട്ട് കണ്ടോ എന്തൊരു നല്ല ഭംഗിയാണ്. ഇതിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മൾ ആക്ച്വലി നടക്കുന്നത്. നമ്മൾ ഓരോ സ്റ്റെപ്പും വയ്ക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക, സന്തോഷവും ആവേശവും. എന്നാൽ അടിയിൽ കുറേ കാടും പിന്നെ എന്തൊക്കെയോ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും അവരെ നടത്തി കൊണ്ടുപോകണം, നമ്മൾ എടുത്തുകൊണ്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ മോളെ ഞങ്ങൾ കൈ പിടിച്ച് കൊണ്ടുപോയി. അപ്പോൾ അവർക്ക് പക്ഷേ അത്ര അറിയാറായിട്ടില്ല. പക്ഷേ അവരെ നടത്തിക്കൊണ്ട് പോകുമ്പോൾ നമുക്കായിരുന്നു പേടി. പിന്നെ കാറ്റൊക്കെ വരുമ്പോഴത്തേനും ചെറിയൊരു ഷെയ്ക്കിങ് പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതാണ്ട് ഇങ്ങനെ അനങ്ങുന്ന പോലെ തോന്നും ഗ്ലാസ് ബ്രിഡ്ജിൽ കൂടെ നടക്കുമ്പോൾ. കാരണം ഇതിങ്ങനെ ഗ്ലാസ് യോജിപ്പിച്ച് വെച്ചിട്ടാണല്ലോ അതിങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു ഫീലാണ്. പക്ഷേ ഇതൊരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. നമുക്ക് കുറച്ച് നേരമാണ് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിൽ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഉള്ള സമയത്ത് എല്ലാവരും ഓരോ ബാച്ചായിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഫോട്ടോ എടുക്കാനൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ അറ്റത്തേക്ക് നിന്ന് ഫോട്ടോ എടുക്കാൻ പോസ് ചെയ്യാൻ തന്നെ നല്ല പേടിയായിരുന്നു. ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും ഒരു ധൈര്യം സംഭരിച്ച് ഞങ്ങളെങ്ങനെയൊക്കെയോ നിന്നു. അതുപോലെ ബാക്കിയുള്ളവരുടെ ഫോട്ടോ എടുത്തു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ടൗണൊക്കെ കാണാൻ കണ്ടോ. സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ എത്ര മുകളിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളൊരു ചിന്ത നമ്മൾ ശരിക്കും ടെൻഷനാകും. പക്ഷെ അതേ സമയത്ത് നമ്മൾ സ്വർഗ്ഗമൊക്കെ മുകളിൽ നിന്ന് കാണാമെന്നൊക്കെ പറയില്ലേ, അതുപോലെ ഉള്ളൊരു അനുഭവം കൂടെയാണ്. ഇതൊരിക്കലും മിസ് ചെയ്യരുത് ഈ അഡ്വഞ്ചർ പാർക്കിൽ. അഡ്വഞ്ചർ പാർക്കും അതുപോലെ തന്നെ ഗ്ലാസ് ബ്രിഡ്ജ് ഒരിക്കലും മിസ് ചെയ്യരുത്. എന്നിട്ട് നമുക്ക് സമയം അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ബെല്ലടിച്ചു. ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ തോന്നണില്ല. കാര്യം കുറച്ച് റിസ്കി ആണെങ്കിലും കിടിലൻ വ്യൂ ആണ്. നല്ല രസമാണ്. ഇതിൻ്റെ റിസ്ക്കൊക്കെ കുറേ ഉണ്ടെങ്കിലും അതിനേക്കാളും കൂടുതൽ അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസിൻ്റെ സന്തോഷമാണ്. ഈവൻ കുട്ടികൾക്ക് പോലും ചെറിയ പേടി ഉണ്ടായിരുന്നെങ്കിലും അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മളിപ്പോൾ തിരിച്ച് നടക്കുകയാണ്. നമ്മുടെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തിരിച്ച് പതുക്കെ നടന്ന് അത് നമുക്ക് തിരിച്ച് നടക്കാൻ ഭയങ്കര മടിയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല കാറ്റും കാര്യം കുറച്ച് പേടി ടെൻഷനൊക്കെ ഉണ്ടായെങ്കിൽ പോലും ആ ഒരു അനുഭവം മിസ് ചെയ്ത് അല്ലെങ്കിൽ അത് കഴിഞ്ഞ് തിരിച്ച് വരിക എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. എന്നാലും ഞങ്ങൾ വീണ്ടും പുറകിലോട്ട് നോക്കി ഒക്കെ ഞങ്ങൾ തിരിച്ചു വന്നു. ഞങ്ങളെ ഓടിപ്പിക്കാൻ വേണ്ടി 2 ആൾക്കാർ അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ സമയം കഴിഞ്ഞ്. പക്ഷേ ആ ഒരു ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ വ്യൂ ഭയങ്കര നല്ലതാണ്. അത് കഴിഞ്ഞ് അടുത്ത സെറ്റ് ആൾക്കാർ ഇതേപോലെ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ ഉണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അങ്ങനെ നീണ്ട അതിനുള്ളിലേക്ക് നിൽക്കുന്നത്. പിന്നെ ഞങ്ങളതേ ഞങ്ങൾ തിരിഞ്ഞ് നോക്കുമായിരുന്നു ഓരോരുത്തർ പോകുന്നതും അറ്റം വരെ നിൽക്കുന്നതൊക്കെ. കാരണം അത് നമുക്ക് എത്ര നോക്കി നിന്നാലും നമുക്ക് മതിയാവാത്ത പോലെയുള്ളൊരു വിസ്മയമാണ് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ വാഗമണ്ണത്തെ ഗ്ലാസ് ബ്രിഡ്ജ്. ഇത് ഒരിക്കലും മിസ് ചെയ്യരുത്.
അഡ്വഞ്ചർ പാർക്കിൽ വേറെയും കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അതിലേക്ക് പോകാനായിട്ടൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ഈ ഗ്ലാസ് ബ്രിഡ്ജ് മിസ് ചെയ്യാനായിട്ട് നമുക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ തിരിഞ്ഞ് വീണ്ടും നോക്കി കഴിഞ്ഞപ്പോൾ അകലെയും നമുക്ക് കാണാമായിരുന്നു ആ ഗ്ലാസ് ബ്രിഡ്ജ്. അവിടെയാണല്ലോ ഞങ്ങൾ കയറി നിന്നത് എന്ന് ഓർത്തപ്പോൾ ഒരു സന്തോഷം തോന്നി. ഒരിക്കലും ഇത് മിസ് ചെയ്യരുത്. ഇറ്റ്സ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്.